ഞാൻ ഏത് നിലയിൽ ഏതൊക്കെ രീതിയിൽ തൊഴിലുകൾ മാറിപ്പോയിട്ടും ഇന്ന് വരെയും, അതായത് എനിക്ക് 60 വെച്ച കാലമുള്ള ഇന്നിപ്പോൾ എനിക്ക് 74 വയസ്സ് പ്രായമുണ്ട്. ഇത്രയും കാലവും ഞാൻ കൃഷി ചെയ്യാത്ത ഒരു വർഷം പോലും കടന്നു പോയിട്ടില്ല. പക്ഷേ ഇനി ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. അതിന് കാരണം നമ്മുടെ അധികാരി വർഗങ്ങളാണ്, നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്, നമ്മളെ സർക്കാരുകളാണ്. ഈ സർക്കാരും അധികാരി വർഗവും കൃഷി ഡിപ്പാർട്ട്മെൻറ്റും കർഷകനെ സംരക്ഷിച്ചില്ല എങ്കിൽ കേരളം ഒരു തരിശായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 2 ദിവസത്തെ മഴയിൽ ഈ കൃഷിഭൂമിയിൽ ഏകദേശം വെള്ളം കയറി കഴിഞ്ഞു. ഇതിന് കാരണം ആ റോഡിൽ ഉണ്ടായിരുന്ന കൾവർട്ട് അടച്ചതാണ്. കൾവർട്ടിന്റെ ബെഡ് ലെവൽ ഉയർത്തിയതാണ്. ഇത് കണ്ടോ, ഈ കൃഷിഭൂമി മുഴുവൻ തരിശു കിടക്കുന്നു. കൃഷി ചെയ്യാനൊന്നും പറ്റില്ല. ഇതെല്ലാം ഇവിടെ മുഴുവൻ തരിശു കിടക്കണം. ഏകദേശം ഒരു 10-30 ഏക്കർ സ്ഥലം വെറുതെ തരിശു കിടക്കുകയാണ്. ഈ രീതിയിലാണ് നമ്മളെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കർഷകനെ ദ്രോഹിക്കുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ആരോട് പറയണം, ഇതിന് പരാതി എന്ന് പോലും അറിയാൻ വയ്യാതെ കൃഷിക്കാരൻ ഇന്ന് അന്തം വിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ഇനി ഈ കൃഷി നിർത്തുകയല്ലാതെ വേറെ ഒരു വഴിയും ഞാൻ നോക്കിയിട്ടില്ല. ഈ റോഡ് നിർമ്മാണത്തോടു കൂടിയാണ് ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം തരിശായി മാറിയത്. കൃഷി ചെയ്യാൻ നിവൃത്തിയില്ലാതെ ഒരു വേനൽക്കാലത്ത് പോലും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. ഇതാണ് ആ കൾവർട്ട്. ഈ കൾവർട്ട് ഏകദേശം ഒരു 3 അടി കൂടി താഴ്ത്തിയിരുന്നെങ്കിൽ, 2-3 അടി കൂടെ താഴ്ത്താൻ കഴിയുമായിരുന്നു. താഴ്ത്തിയിരുന്നെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെള്ളം കെട്ടി നിൽക്കില്ല, ഈ വെള്ളം മുഴുവൻ ഒഴുകി പോകുമായിരുന്നു. ഇപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കണം. ഇനി ഒരു മഴ കൂടെ പെയ്താൽ ഇവിടെ മുഴുവൻ വെള്ളങ്ങൾ കെട്ടാവും. ഇത് ഇത്രയും സ്ഥലം കൃഷി യോഗ്യമല്ലാതാക്കിയത് ഈ റോഡിൻ്റെ പണിക്ക് വന്ന ഉദ്യോഗസ്ഥന്മാരും കിഫ്ബിയുമാണ്.